ലാലൂസ് ആഗ്രോ ഫാം. തൃശൂർ ജില്ലയിലെ പാറേക്കാട്ടുകര എന്ന പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഏറെ ഫലഭൂയിഷ്ടമായൊരു പ്രദേശമാണിത്. ഈ ഭാഗത്ത് ചുറ്റും നെൽപ്പാടങ്ങളാണ്. സ്ഥലത്തിന്റെ കിഴക്കേ വശം വിശാലമായ പാടശേഖരത്തിലേക്കാണ് വാതിൽ തുറക്കുന്നത്. ഈ ഭാഗം കാണാൻ നല്ല ഭംഗിയാണ്. എന്നാൽ പടിഞ്ഞാറേ വശം സെന്റ് മേരീസ് ചർച്ച് പാറേക്കാട്ടുകരയുമായാണ് അതിർത്തി പങ്കിടുന്നത്. അത്യാവശ്യം വലിയൊരു പള്ളി, നല്ലോണം ആൾക്കാരുള്ള ഒരു ഇടവകയും. സ്ഥലം മൊത്തം 5 ഏക്കറോളം ഉണ്ട്. വ്യത്യസ്ത തരം സസ്യലതാദികൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ സ്ഥലം. വാണിജ്യവിളകളും ഭക്ഷ്യവിളകളും നല്ലോണം ഉണ്ട്. കുരുമുളക്, ജാതി, കവുങ്ങ്, പൈനാപ്പിൾ തുടങ്ങി പലതരം കൃഷികൾ ഈ സ്ഥലത്തുണ്ട്. വളരെ ജലസമൃദ്ധമായൊരു പറമ്പാണിത്. 20 അടിയോളം വ്യാസമുള്ള ഒരു വലിയ കിണറാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ശക്തമായ വേനലിൽ പോലും സമൃദ്ധിയായി വെള്ളം ഉണ്ടാകാറുണ്ട്. അതേസമയം തന്നെ വെള്ളം കയറാത്തൊരു പറമ്പും കൂടിയാണിത്. വണ്ടികൾക്കായാലും എത്താൻ വളരെ എളുപ്പമുള്ളൊരു പറമ്പാണിത്. ഒരു 4 കിലോമീറ്ററോളം പോയിട്ടുണ്ടെങ്കിൽ NH എത്തും. NH47 കൊടകര എന്ന് പറഞ്ഞുള്ള ടൗണിൽ. ഒരു 5 കിലോമീറ്ററോളം പോയിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എത്തും. ഇരിഞ്ഞാലക്കുട കല്ലേറ്റുങ്കര റെയിൽവേ സ്റ്റേഷൻ. നല്ലോണം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ഇത്. അടുത്ത പരിസരത്ത് വ്യവസായങ്ങളൊക്കെ ഉണ്ട്. കേരള ഫീഡ്സ്, സൺ ഫീഡ്സ്, അങ്ങനെ എന്തിന് എഞ്ചിനീയറിംഗ് കോളേജ് വരെയുണ്ട്. സസ്യങ്ങൾക്ക് പുറമെ പലതരം കന്നുകാലികളെയും ഇവിടെ വളർത്തുന്നുണ്ട്. ഒരു പോർക്കും കൂടുണ്ട്, അതിൽ 80 പന്നികളെ വരെ വളർത്താൻ പറ്റുന്നത്. ഒരു ആധുനിക ആട്ടും കൂടുണ്ട്, അതിൽ 50 ആടുകളെ വരെ വളർത്താൻ പറ്റും. ഒരു പശുത്തൊഴുത്തുണ്ട്, അതിൽ 15 പശുക്കളെ വരെ വളർത്താൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഒരു 8 കോഴിക്കൂടുണ്ട്, അതിൽ 5000 കോഴികളെ വരെ വളർത്താൻ പറ്റും. ഇവയെ വളർത്താൻ വേണ്ടിയിട്ട് പ്ലോട്ടിന് ചുറ്റും മതിലൊക്കെ ഉണ്ട്. പിന്നെ ഗവൺമെന്റ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടുള്ള ദൂരപരിധികളും ഉണ്ട്. പ്ലോട്ടിനകത്ത് 2 വീടുകളുണ്ട്. ഒരു 2000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു 2 നില വീടും ഒരു 800 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ചെറിയ വീടും. പിന്നെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. പിന്നെ പറമ്പിന്റെ എല്ലാ ഭാഗത്തേക്കും ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട്. ഈ സ്ഥലം ഫാം ടൂറിസം, ആയുർവേദിക് റിസോർട്ട്സ്, ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് അതിനൊക്കെ ആപ്റ്റാണ്.